കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ എങ്ങനെയാണ് മാർപ്പാപ്പയുടെ ഇടപെടലുകളെ ഓർത്തെടുക്കുന്നത്? ശ്രീ ജോർജ് കുര്യൻ, അദ്ദേഹം മാനവരാശിക്ക് വേണ്ടി നിലകൊണ്ട ഒരു ദിവ്യ പുരുഷനായിരുന്നു. മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയാണ് എല്ലാ നിമിഷവും അദ്ദേഹം നിലകൊണ്ടിരുന്നത്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും തൻ്റെ വിശ്വാസം പുലർത്തുന്നതോടൊപ്പം തന്നെ എല്ലാ വിശ്വാസങ്ങളെയും വിശ്വാസികളെയും ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പാപ്പയാണ്. വ്യത്യസ്തനായ ഒരു പാപ്പ എന്ന് ലോകം പേരിട്ട, ലോകം മുഴുവൻ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പൊതുപരിപാടി, മതപരമല്ലാത്ത പരിപാടി, ജയിലിലായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം എന്താണെന്ന് ലോകത്തിനെ അറിയിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. ലോകത്തിൻ്റെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം യേശു ക്രിസ്തു കുരിശിലേറിയതുപോലെ അദ്ദേഹം ജയിൽ പുള്ളികളുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ പാവവും ഓർക്കണം, അതുപോലെ തന്നെ ഞാനും പാവിയാണ് എന്നുള്ള സന്ദേശം ഓരോ മനുഷ്യൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള മാനസികാവസ്ഥയെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അത് അവസാന നിമിഷവും ആ സന്ദേശം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട്, ലോകത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹം വിട പറയുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് മാനവരാശിയുടെ നഷ്ടബോധത്തിൻ്റെ ദിവസങ്ങൾ കൊടുക്കുന്ന വിയോഗമാണ്. ഒരുപക്ഷെ ഇനി കാലങ്ങൾ കഴിഞ്ഞാൽ പോലും ആ നഷ്ടബോധം മാനവരാശിയിലുണ്ടാകും. എന്നും യുദ്ധത്തിനെതിരെ പടപെരുതിയിട്ടുള്ള പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ചിന്തകൾ എന്നും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ ലോകത്ത് മുഴുവനുള്ള വിശ്വാസികളോടൊപ്പം ഞാനും പങ്കുചേരും. ശ്രീ ജോർജ് കുര്യൻ, ഇപ്പോൾ ഈ ഭീകരത, അഭയാർത്ഥി പ്രശ്നം, ആഗോളതാപനം, അങ്ങനെ ഈ സഭയ്ക്കുള്ളിലോ വിശ്വാസത്തിന്റെ ഭാഗമോ മാത്രമായ വിഷയങ്ങളിലല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചവർ തന്നെ വിശാലാർത്ഥത്തിൽ മനുഷ്യകുലത്തിനാകെയും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് തന്റെ ചിന്തകളെ, ഇടപെടലുകളെ, പ്രവർത്തികളെ മാറ്റിയത് കൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ വ്യത്യസ്തത. ശ്രീ ജോർജ് കുര്യൻ, അതെ, മതപരമായിട്ടുള്ള സങ്കുചിത്വത്തിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള പാപ്പയല്ലത്, അല്ലായിരുന്നു അദ്ദേഹം. എന്നും അതിനപ്പുറത്തേക്ക് ഒരു മാനവരാശിക്ക് വേണ്ടി മുഴുവൻ നിലനിന്നിട്ടുള്ള ഒരു പാപ്പായായിരുന്നു അദ്ദേഹം. അത് ഏത് രംഗത്തായാലും, എല്ലാ രംഗത്തും ഞങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രകൃതിക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി, ജീവികൾക്ക് വേണ്ടി എല്ലാം അദ്ദേഹം നിലനിന്നിരുന്നു. മനുഷ്യാവസ്ഥയിലെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെ പറ്റി പോലും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഉൾക്കൊള്ളണം, അവരെല്ലാം മനുഷ്യരാണ് എന്ന് പറഞ്ഞിട്ടുള്ള പാപ്പയാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തനായിട്ടുള്ള പാപ്പ എന്നെല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് മാനവരാശിയുടെ, മാനവീയതയുടെ ഒരു ചിഹ്നമായിരുന്നു അദ്ദേഹം. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു എന്നും നഷ്ടബോധം നമുക്കുണ്ടാക്കുവാണ്. ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി, അദ്ദേഹം ഇപ്പോൾ മാർപ്പാപ്പയെ അനുസ്മരിക്കുകയായിരുന്നു. ഇപ്പോൾ